യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങൾ വീണ്ടും അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് നൽകിയ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എഫീസ്യൻ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നുമാണ് പ്രഭാത ധ്യാനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കുവാൻ സാധിച്ചു ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളെക്കുറിച്ച്. അതിൽ നമ്മൾ ധ്യാനിച്ചതായ വിഷയങ്ങൾ സത്യമെന്ന അരക്കെട്ട്, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്. ഇത് നമ്മൾ വായിച്ച് ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗം എഫീസ്യൻ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യമാണ്. ആ വേദഭാഗം ഞാനത് വായിക്കുന്നു. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പി. ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു എല്ലാറ്റിനും മീതെ എന്ന് പറഞ്ഞാൽ മുൻ പറഞ്ഞതായ സത്യമെന്ന അരക്കെട്ട്, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, ഇതിനെ ഒക്കെ മീതെ. ഇനി പറയാൻ പോകുന്ന സർവായുധ വർഗങ്ങളുടെ ഒക്കെ മീതെ എന്ന് പറഞ്ഞാൽ ഒരു പടയാളി പിടിക്കുന്ന പരിച. അത് പല വേദപുസ്തക വ്യാഖ്യാനികളും വിശദീകരിക്കുന്നത് ഒരു പടയാളിയുടെ ശരീരമാസകലം കവർ ചെയ്യുന്നതായ പരിചയാണ് ഒരു റോമൻ പടയാളി പിടിക്കുന്ന പരിച. ഈ പരിചയെ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അത് നിങ്ങളുടെ വിശ്വാസമാണ്. പലപ്പോഴും വിശ്വാസം എന്നുള്ള വിഷയത്തിൽ പല ആളുകളും പല ചിന്തകളാണ് വെച്ചു പുലർത്തുന്നത്. അവർ കൂടി നിൽക്കുന്ന സംഘടനയിലുള്ള വിശ്വാസം, മതത്തിലുള്ള വിശ്വാസം, ഏതെങ്കിലും വസ്തുവിലുള്ള വിശ്വാസം, ഇങ്ങനെയൊക്കെയാണ് വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്ന ഒരു കാര്യം, അത് ദൈവത്തിങ്കലുള്ള വിശ്വാസമാണ്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ പ്രാധാന്യത വളരെ ശക്തമായി യേശു പറയുകയുണ്ടായി. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. തോമസ് ലിഹിയോട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നോക്കിക്കേ, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എപ്പോഴും തൻ്റെ തീയമ്പുകൾ, ആ തീയമ്പ് എന്ന് പറയുമ്പോൾ തന്നെ പിശാച് അയക്കുന്ന ആയുധങ്ങളുടെ നശീകരണ ശക്തിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെങ്കിലുള്ള അവൻ്റെ വിശ്വാസമാണ് ഈ ദുഷ്ടൻ്റെ തീയമ്പുകളെ തടുക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ ശക്തമായി പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദുഷ്ടൻ്റെ അമ്പുകളെയും നേരിടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും പിശാചിൻ്റെ യാതൊരു ആയുധവും നമുക്ക് നേരെ ഫലിക്കുകയില്ല. എന്നെ ഇവിടെ ചിന്തിപ്പിച്ചൊരു കാര്യം, ധരിക്കുന്ന സർവായുധ വർഗത്തെ പോലെ കവർ ചെയ്യുന്നതാണ് ഈ വിശ്വാസം എന്ന പരിച. അത് നമ്മളെ സംരക്ഷിക്കുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ വിശ്വാസം അത് വളരെ ശക്തമാണ്. ഏതൊരു പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അപകടത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഓരോ ദിവസവും നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ തളർന്നു പോകുവാൻ ഇടയാവുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം നമ്മളിൽ വർദ്ധിച്ചു വരട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന് ശിഷ്യന്മാർ പറഞ്ഞില്ലേ, യേശുവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, അത് ഗ്രഹിക്കുന്നത് നമ്മളിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ വർധനവിന് കാരണമായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ കേൾപ്പിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം.
അങ്ങയുടെ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തിൽ വർധനയുള്ളവരായി തീരുവാൻ നീ അവരെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ഓൾ.